ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് സ്റ്റാരീസ് യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്ന ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഇടാൻ. അപ്പോൾ ഇത്രയും വൈകിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോക്ക് വേണ്ടി കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വരണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് വിടാനും പറ്റുള്ളൂ. അതെന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കുറേ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ലോങ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ശരിക്കും നാളെ ആണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത്, ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല, വെള്ളിയാഴ്ച സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നേരത്തെ രാവിലെ എടുത്തുക്കുന്നു ഈ വീഡിയോ. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഇടാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫേക്ക് ഓർഡർ ചെയ്യാനായിരുന്നു. ഫേക്ക് ഓർഡർ എന്താണെന്ന് അറിയാത്തവർ യൂട്യൂബിൽ ചെന്നിട്ട് ഫേക്ക് ഓർഡർ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ അത് വരും കേട്ടോ. പിന്നെ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്തിരുന്നത് ഒരു ചെറിയ ടേബിളിലാണ്. അപ്പോൾ അതിൽമേ നമുക്ക് ഫേക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല, സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ ടേബിളിലേക്ക് ആക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ടേബിൾ. അത്രയ്ക്ക് അലങ്കോലമൊന്നുമല്ല. പിന്നെ ഇതാണ് എൻ്റെ ചെറിയ ടേബിൾ. ഞാൻ ക്രാഫ്റ്റ്സൊക്കെ ചെയ്തിരുന്ന ടേബിൾ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വൃത്തിയാക്കണമെന്ന് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇഷ്ടമാണ്, അങ്ങനെയാണ്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചു ഒരു പേപ്പറൊക്കെ കട്ട് ചെയ്യണത്. ഞാൻ സ്കുഷി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ 8 നിലക്ക് പൊട്ടിയതുകൊണ്ട് അത് നമ്മളവിടെ ഉപേക്ഷിച്ച് പിന്നെ സെക്കൻഡ് ക്ലിപ്പ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ടേബിളിലുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് വേണം മറ്റേ ടേബിളിലേക്ക് പോകാൻ. എന്നിട്ട് അവിടെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഫേക്ക് ഓർഡർ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കമൻറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഫേക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫേക്ക് ഓർഡറിനുള്ള കമൻറ്റ് ഇടുക. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഞാനൊരു വീഡിയോയുടെ ഫേക്ക് ഓർഡറിനെ പറ്റിയിട്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ കമൻറ്റൊക്കെ ഇട്ടോളി. പിന്നെ എൻ്റെ ഈ ചെറിയ ടേബിൾ ഉണ്ടല്ലോ, ആർക്കാണെങ്കിലും തോന്നിപ്പോകുന്നത് ഒരു ആക്രിക്കടയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനെന്ന് വെച്ചാൽ ഒരു ചെറിയ പെട്ടി പോലും ഞാൻ കളയാൻ സമ്മതിക്കില്ല, ഞാനൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് ചെറുതായിട്ട് തെന്നി മാറുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് ഞാൻ ഫേക്ക് ഓർഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഫേക്ക് ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഓർഗനൈസറുകളൊക്കെ ഉണ്ടാക്കിക്കോണം. അതൊക്കെ പിന്നെ ഈ ടേബിളിന് വെക്കണം. കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ അത്രയ്ക്ക് പൊടിയില്ലെന്ന് തോന്നി ഈ ടേബിളിന്, പക്ഷേ ആ ടിഷ്യൂ ഒന്ന് നിങ്ങൾ കാണണം കേട്ടോ. നല്ല പൊടിയുണ്ട്, നല്ല ചളിയുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് ഓർഗനൈസർ. അത്രയ്ക്ക് രസമൊന്നുമില്ലെങ്കിലും ഞാൻ എന്തൊക്കെ ഒപ്പിച്ചോട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സ്കുഷി പെട്ടി. ഞാൻ അതിൽ എൻ്റെ കുറച്ച് സ്കുഷികളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അധികം സ്കുഷീസുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഫേക്ക് ഓർഡറിന് അധികം സ്കുഷീസുകളാണ് വേണ്ടത്. പിന്നെ ഞാൻ പെൻ ഹോൾഡർ വെച്ചു. പിന്നെ ഈ ഓർഗനൈസേഴ്സിൻ്റെ ഡ്രോയറിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനായിട്ട് വേറൊരു വീഡിയോ ഇടാം. പിന്നെ എല്ലാത്തിലും ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നും ഫേക്ക് ഓർഡറാണെന്ന്
വിചാരിക്കേണ്ട. ചില ദിവസങ്ങളൊക്കെ നമ്മൾ ക്രാഫ്റ്റ്സും ചെയ്യും. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 2 ഡയറികളുണ്ട്, ഞാൻ ആ സൈഡിൽ വെച്ചു. പിന്നെ കുട്ടി സാധനങ്ങളൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ പെൻസില്, അങ്ങനെ കളർ പെൻസില് അങ്ങനെയൊക്കെ ഓരോന്ന് വെച്ചു. പിന്നെ കത്രിക, ഇറേസർ, പെന്ന്, സ്കെയില് ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്കാരിവിച്ചിൻ്റെ സ്കുഷിയും വെച്ചു നമ്മളവിടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ നല്ല രസമുണ്ട് ഡെസ്കൊക്കെ കാണാൻ. ഞാൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഫേക്ക് ഓർഡർ ഉടനെ വരുന്നതാണ്. ഇന്ന് ഈവനിങ് ഇടണം എന്നുള്ള പ്ലാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.